സീമ എത്ര വർഷം ജോലി ചെയ്തു ഇവിടെ ഗൾഫിൽ വന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി 16-17 ഇയേഴ്സ് ഇവിടെ. ഓ, പക്ഷെ ആദ്യം ജോലി ചെയ്യാൻ തുടങ്ങിയത് 1999-ലാണ്. അത് നാട്ടിലാണ്. അത് ശരി. പാലക്കാട്, കൊച്ചി, ബാംഗ്ലൂർ, പിന്നെ ദുബായ്. അങ്ങനെ കറങ്ങി 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 ഇപ്പം ഇവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഞാനൊരു ഷിപ്പിംഗ് കമ്പനിയിലാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ 2 പ്രാവശ്യത്തെ പുസ്തക പ്രകാശനത്തിന് ഒരുപാട് ഇംഗ്ലീഷുകാരികളാ. ആരാണ്? അതൊരു യൂറോപ്യൻ കമ്പനിയാണ്. അവർക്ക് ഭാഷയൊന്നും അറിയില്ലേ, പക്ഷെ അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ ഇരുന്നോണ്ടാ ബ്രിട്ടീഷുകാർ ഇറങ്ങിയ പോലെ സീമേന്റെ ആ ഒരു ഹോള് നിറഞ്ഞിരുന്നു. ഓരോരോ ആളും അത്ര സന്തോഷത്തോടെ. എന്റെ ആദ്യത്തെ ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓഫീസിലിരുന്നുകൊണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, അത്രയും അവരെനിക്ക് ആ സ്പേസ് തന്നിരുന്നു. അത് ശരി. അല്ലാണ്ട് നമുക്ക് എന്റെ ജോലിയും എഴുത്തും തമ്മിൽ യാതൊരു ബന്ധമില്ല. എത്ര പുസ്തകം മൊത്തത്തിൽ എഴുതിനെ? 7. ചേച്ചിയുടെ മത്തിന്റെ എക്സ്റ്റസി അടക്കം 8 7 ബുക്ക്. ആ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ഇടയിൽ മലയാളത്തിൽ എഴുതിയിട്ടില്ല. എഴുതണം, പക്ഷെ അതിനുള്ള പാണ്ഡിത്യം അതിങ്ങനെ പഠിച്ചു വരണം. പക്ഷേ ഈ 7 ബുക്ക് എൻ്റെ ഒരു വല്ലാത്തൊരു ജേണിയായിരുന്നു 7 ബുക്ക്. കാരണം ഫസ്റ്റ് ബുക്ക് എഴുതിയത് ഞാൻ ചെറുപ്പം തൊട്ട് എഴുതിയ കവിതകളുടെ ഒരു കളക്ഷൻ. അത് എത്രയോ വർഷങ്ങളായിട്ട് കൂട്ടി 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 വെച്ചിട്ട് അത് എവിടുന്നോ എനിക്ക് ആരൊക്കെയോ ഈ ഷാർജ ബുക്ക് ഫെയറിനെ പറ്റി പറഞ്ഞു തരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ പൊട്ടിയൊരു പുസ്തകമാണ് ഫസ്റ്റ് അത്. പക്ഷേ ആ ബുക്ക് ഷാർജ ബുക്ക് ഫെയറിലല്ല ലോഞ്ച് ചെയ്തത്, ആമസോണിലാണ് ലോഞ്ച് ചെയ്തത്. അങ്ങനെ 3-4 ബുക്ക് ആമസോണിൽ വന്നതിന് ശേഷമാണ് എന്തുകൊണ്ട് സീമയ്ക്ക് ഇതിനെ ഷാർജ ബുക്ക് ഫെയറിൽ കൊണ്ടുപോയിക്കൂടാ. അങ്ങനെയാണ് പാകിസ്ഥാൻ ഗീതാ മോഹൻ അവിടുന്ന് പരിചയപ്പെടുന്നൊക്കെ അങ്ങനെ റൂട്ട്. പിന്നെ ഷാർജ ബുക്ക് ഫെയറിൽ ഒന്ന് വന്നു. അപ്പം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഒരു ബുക്ക് കൊണ്ടുപോകാൻ. പക്ഷെ അവിടെ വന്നതിന് ശേഷം ഇത് മറ്റേ ഡ്രഗ് അടിച്ച പോലെയാണ്, അടുത്ത കൊല്ലം പോകണം. കാരണം ഈ ആൾക്കാരൊക്കെ അടുത്ത കൊല്ലേ കാണുള്ളൂ. ഇപ്പൊ ചേച്ചിയെ പോലെ എനിക്കൊന്ന് ബുക്ക് ഫെയറിൽ മാത്രമേ ഞാൻ കാണുള്ളൂ. പക്ഷെ മനസ്സിലിങ്ങനെ അത് മതി. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാണുകയല്ലേ സീമേനെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ നീ സ്നേഹിക്കുന്ന ആരെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടുത്തടുത്തടുത്തടുത്തടുത്ത് എല്ലാ ദിവസവും 12 ദിവസം നീണ്ട് നിൽക്കുന്ന മേളയല്ലേ. അപ്പൊ അതിങ്ങനെ മനസ്സിലായി അടുത്ത വർഷം വരെ ഇങ്ങനെ. പക്ഷെ അവിടെ വരുമ്പോഴാണ് നമുക്ക് പല പുസ്തകങ്ങളും കാണുമ്പം ഓക്കെ ഇതിനെ ഇങ്ങനെയും എഴുതാമല്ലോ ഇങ്ങനെ. കാരണം അവിടെ 10 പേരെ പരിചയപ്പെട്ട 8 പേരും എഴുത്തുകാരാണ്. ഒരു അഹങ്കാരവും ഇല്ലാത്ത, ഞാൻ മനസ്സിലാക്കിയതല്ലേ ചേച്ചി, ബാക്കി നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും കോമ്പറ്റീഷനുണ്ട്. സത്യം. ഇതിന് മാത്രം കോമ്പറ്റീഷൻ. കാരണം ചേച്ചി എഴുതുന്ന പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് മാത്രം മത്സരം. ആര് പറഞ്ഞത് മത്സരമില്ല? എനിക്കില്ല മത്സരമില്ല, പാരയില്ല, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാം ഉണ്ട്. മത്സരം. നീ വളരെ ഇന്നസെന്റ് ആയി നീ നോക്കിക്കണ്ട എല്ലാവരുടെ അടുത്തും ചിരിച്ചു. എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിലെങ്ങനെ നടക്കുന്നതുകൊണ്ട് അറിയാതെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കേൾക്കുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല, പുസ്തകമേളേനെ ഒരിക്കലും നമ്മൾ കുറ്റം പറഞ്ഞുകൂടാ. എന്താ വെച്ചാൽ നമ്മളാക്കിയ ആ ഒരു സംഭവമാണ്. പക്ഷേ എങ്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുക, കഴിഞ്ഞ വർഷം കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഇവളാണ് എൻ്റെ എല്ലാം എന്നും പറഞ്ഞിട്ട് സെൽഫി എടുത്തിട്ട് അവിടെ ഇവിടെയും പോസ്റ്റ് ചെയ്യുന്നവർ അടുത്ത വർഷം ഭയങ്കര ശത്രുക്കളാണ്. പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. കാരണം എന്തായാലും ചേച്ചിയുടെ വികാരമല്ല എൻ്റെ വികാരം, ചേച്ചിയുടെ വിചാരമല്ല എൻ്റെ വിചാരം. ഇതിലൊരു മത്സരത്തിൻ്റെ ആവശ്യം. ഞാനും ആദ്യത്തെ വർഷമല്ല ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ എനിക്കും തോന്നിയിരുന്നു ഇതൊരു ഭയങ്കര പരിശുദ്ധമായ എല്ലാവരും ഒരേ മെൻറ്റാലിറ്റി. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും നമ്മളിത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും പിന്നെ നമുക്കിട്ടിട്ടും എല്ലാ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് പിന്നെ ഓക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചേച്ചി എനിക്ക് തോന്നുന്നത് തരുമോ, നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളവരെ വിഷമമായിരിക്കാം. അതിനൊരു അസൂയ ആവില്ല ചിലപ്പം. എനിക്ക് ഗീതാമോഹനെ പോലെ പറ്റുന്നില്ല. അയ്യോ, അങ്ങനെ ആവേണ്ട ഒരാളെ ഇപ്പം ഞാൻ കണ്ടെടുത്തോളം ഇപ്പം എൻ്റെ അവസ്ഥയൊന്നുമല്ല പറയുന്നത്. എവിടെയോ നിൽക്കുന്നവർ അവർ നമ്മളെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, നമ്മളെ കാര്യത്തിലൊന്നും നമ്മളൊരു പുഴു, അവരെവിടെയോ ആണ് നിൽക്കുന്നത് പുസ്തകത്തിൻ്റെ ആ ഒരു ഇതിൽ. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. എന്താ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, എന്തിന് ഇവള് പുസ്തകം എഴുതേണ്ട കാര്യം, അല്ലെങ്കിൽ ഇവളെ എവിടുന്നെങ്കിലും പൈസ കൊടുത്ത് എഴുതിച്ചാണ് പുസ്തകം ഇങ്ങനെ വെച്ച് നടക്കുന്നുണ്ടല്ലോ, എന്താ ഇത്ര. അത് പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് പറയാണ് ഇതെങ്ങനെ പൊട്ടിമുളച്ച കുമ്മിൽ പോലെ പെട്ടെന്നൊരു എഴുത്തുകാരി പൊങ്ങ, മനസ്സിലായ. പിന്നെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ നമ്മളെക്കുറിച്ച് പറയലും അങ്ങനെയൊക്കെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഞാനൊരു ഇതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സീമ അത് പറഞ്ഞതുകൊണ്ട് ഒന്ന് തിരുത്തി തരുന്നത്. എന്താ വെച്ചാൽ എല്ലാം നമ്മൾ സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ ശല്യം തന്നെയാണ്.
ഒരുപാട് അങ്ങനെയാ. കാരണം നല്ലവരുണ്ട്. അതിലൊരു ഇപ്പൊ 100 ആൾക്കാർ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൽ 1-2 മതി ചിലത് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സമാധാനം കളയാൻ. സമാധാനം. പക്ഷെ നമ്മളൊരു വാശി ഇല്ല, ഒരാളിലും നമ്മൾ സമാധാനം കളയില്ല. അതെ അതെ അതെ. നമുക്ക് അങ്ങനെ ഒന്ന് മുറുക്കെ പിടിച്ച് ആവശ്യമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോവാം. അത്രേ ഉള്ളൂ. നമുക്ക് തോന്നുന്നത് എഴുതാൻ നല്ലത്. നമ്മളാരെയും വിഷമിപ്പിക്കുന്നില്ല എഴുത്തിലേക്ക് കൂടെ. അതെ, ഞാൻ അത്രേ ചിന്തിക്കില്ല. ഇപ്പോൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, നമ്മളെ മാധവിക്കുട്ടി, എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ മലയാളം ബുക്കൊന്നും വായിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ അത്രയും പച്ചയായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരി. അതെ. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും എഴുതാൻ എനിക്ക് അത്ര ഗട്സ് ഒന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ അത് എത്രമാത്രം പുറത്തെത്തുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പോലെ എഴുതിയ ബുക്ക് അച്ഛനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. അതിന് മുന്നേ തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ആണുങ്ങളെ പറ്റി ഒരു ബുക്ക് എഴുതണം. കാരണം എപ്പോഴും പെണ്ണുങ്ങളെ പറ്റിയിട്ട് എഴുതി. ശരിയാണ്. എന്താ വെച്ചാൽ ഒരു മൊയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്ടിൽ. അപ്പോൾ അയാൾ പറയുന്നത്, ഇനി ഗീത ചേച്ചിയുടെ പുസ്തകം ഞാൻ വായിക്കില്ല. എന്ത് കാരണം എന്ന് ചോദിച്ചു. ഒന്നും ഉണ്ടല്ല, പെണ്ണുങ്ങളെ മാത്രം നല്ലത് പറഞ്ഞു, പെണ്ണുങ്ങളത് മാത്രം, ആണുങ്ങളത് ആരും ഒന്നും അറിയില്ല. അപ്പം ആണുങ്ങളെ കുറിച്ച് ഇനി എഴുതുക, എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, എന്നാൽ ഞാൻ വായിക്കുമെന്ന്. അപ്പം നമ്മളെ ലണ്ടനിൽ നിന്നുള്ള ശ്രീലശ്രീ മനസ്സറിയാതെ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആണുങ്ങളുടെ ആ വേദന. അത് ശരി, നല്ലൊരു പുസ്തകം അത്. അങ്ങനെയാണ് ഞാനും. അപ്പം പക്ഷെ അത് അച്ഛൻ പോണ്ടി വന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. അതിന് മുന്നേ എഴുതണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അപ്പോൾ ആ ബുക്കിൽ ഫുൾ ഒരു അച്ഛൻ്റെ ലൈഫിൽ എന്തൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് കാരണം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ ത്യാഗമാണ്. അതിന് വേറെ പേരൊന്നുമില്ല. നമ്മൾ ദൈവമൊന്നുമല്ല, സാക്രിഫൈസിൻ്റെ വേറൊരു പേരാണ് അച്ഛനും അമ്മയും. കാരണം നമുക്ക് വേണ്ടി പലതും, ഒരു പക്ഷെ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്ന അമ്മേനെയും ശമ്പളത്തിൻ്റെ ഒരുപാട് ഭാഗം എടുത്ത് മക്കൾക്ക് വേണ്ടി, അങ്ങനെയാണ് അച്ഛനും അമ്മയും ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അച്ഛനെ പറ്റി എഴുതി. പിന്നെ എനിക്കൊരു ആഗ്രഹം വന്നു, നമ്മുടെ വീട്ടിൽ നമുക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഈ മെയ്ഡ്, സെർവൻറ്റ് എന്ന ഹെൽപ്പേഴ്സും അവരെ കുറിച്ചൊരു പുസ്തകം, അതാണ് എൻ്റെ അടുത്ത ആഗ്രഹം. കാരണം അവർക്കും ഒരു ലൈഫുണ്ട്, അവരുടെ ലൈഫ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ അമ്മ പണ്ട് പറഞ്ഞിരുന്നു, അമ്മയുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടിയാണ് പണ്ട് അമ്മ എന്നെ കൺസീവ് ചെയ്തപ്പം ചെന്നൈയിൽ അമ്മയുടെ കൂടെ സഹായിക്കുന്ന ഒരു കുട്ടി. ഒരു അമ്മ ഇന്നും ധനം എന്നാണ് അവളുടെ പേര്. പക്ഷെ ആ കുട്ടി സൂസൈഡ് ചെയ്തു. കാരണം ചെറിയ പ്രായത്തിൽ കണ്ണ് കഴിച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം അതും നമുക്ക് എഴുതിയിട്ട് അതൊരാഗ്രഹമുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് സഹായത്തിന് നിൽക്കുന്ന. അവരുടെ ലൈഫൊന്നും ആരും കാണുന്നില്ല. കാരണം നമ്മുടെ ലൈഫ്, നമ്മൾ രാവിലെ എണീക്കുന്നു, അവർ വരുന്നു, കുക്ക് ചെയ്തിരുന്നു, നമ്മൾ കഴിക്കുന്നു, അവർ തുടയ്ക്കുന്നു, നമ്മൾ അവിടെ വന്നിരിക്കുന്നു, അവിടെ പൊടി ഇവിടെ പൊടി പറഞ്ഞു. പക്ഷെ അവരുടെ വീട്ടിലും അവർക്കൊരു കുടുംബമുണ്ട്, അതിൽ ഒരുപാട് കഷ്ടപ്പാട് അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പുസ്തകമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അനുവാദം ചോദിച്ചിട്ട്, ചേച്ചി പറയുന്ന പോലെ അവരുടെ അടുത്ത് അനുവാദം ചോദിച്ച് അനുഗ്രഹം മേടിച്ചിട്ട് അവരെ കഥ അത് അങ്ങനെ തന്നെ എഴുതും. നമ്മളെ കുറച്ച് ഭാവനയും കൂടി വരുമ്പം അത് ഒരാഗ്രഹമുണ്ട്. പിന്നെ ആ സീമ പറഞ്ഞില്ലേ, ഏത് കാര്യം നമ്മൾ മാധവിക്കുട്ടി പറയുന്ന പോലെ അതിൽ പ്രശ്നമില്ല സീമ. അത് ഫലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, എഴുതി ഫലിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴത്തിൽ തന്നെ പോകണം. അശ്ലീലം വേണ്ട എങ്കിലും, മാധവിക്കുട്ടീനെല്ലാം ഞാൻ പറയുന്നത്. അതെ, ഒരുപാട് അങ്ങനെ പോവാണ്ട്, പക്ഷേ എന്നാലും നമ്മൾ എഴുതേണ്ട കാര്യം കുറച്ച് എഴുതി ആഴത്തിൽ തന്നെ പോകണം. എൻ്റെ അഭിപ്രായം അതാണ്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ എഴുതേണ്ട അടുത്തെല്ലാം ഓക്കെ അങ്ങനെ പോണ്ട ഇങ്ങനെ പോണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ മനസ്സിൽ അത് കൊള്ളണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതാണെന്നുണ്ടെങ്കിലും അത് പേടിയായിരുന്നു. ഇനിയിപ്പം ഒരു പ്രണയത്തിനെ പറ്റി നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മളത് എഴുതി അത് ഇനി ആൾക്കാർ എങ്ങനെ എടുക്കുന്നു നമുക്കറിയില്ല. അപ്പം അതുപോലെ ആവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് പോളിഷ് ചെയ്തിട്ട് അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിൽ എഴുതുമ്പോൾ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും സാഹിത്യത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഭാഷയാണ് മലയാളം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പറഞ്ഞ ആ മനുഷ്യനെ ഞാൻ എന്താ വിളിക്കുന്നത്, അത്രയും പുസ്തകങ്ങൾ വായിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആളെ പറ്റിയിട്ട് ഇങ്ങനെ ഇത് കേട്ടോ, നീ അത് കേട്ടോ, കവിതകളായിട്ടോ, അയ്യപ്പൻ ഒരു എഴുത്തുകാരൻ, അയ്യപ്പൻ്റെ കവിതകൾ. ഇപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കേട്ട് അപ്പം ഞാൻ ചിന്തിക്കും എഴുതണം. പക്ഷേ ഇത് എഴുതണമെങ്കിൽ ഭാഷ അറിയണ്ടേ. പിന്നെ ഇനിയിപ്പോൾ വഴി പുള്ളിയെ കൊണ്ട് എഴുതിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് പുള്ളി എഴുതണ്ട്. അതെ, ഇപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റട്ടെ മലയാളത്തിൽ. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ എനിക്ക്. പ്രത്യേകിച്ച് ചേച്ചിയൊക്കെ എഴുതി ഇങ്ങനെ കാണുമ്പം നമുക്ക് എഴുതാം. എന്താ പറയുക, ഈ വലിയ എഴുത്തുകാരി ആവണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾക്ക് ചെറുതിൽ നിന്ന് തന്നെ നമുക്ക് വലിയ എന്താ പറയുക ആൾക്കാരുടെ മനസ്സിൽ കയറാമല്ലോ. എനിക്ക് തോന്നുന്നു നീ കുറച്ച് വലുതാണ്, ഇനി ചെറിയതിലേക്ക് എങ്ങനെ പോകുന്നതാണോ ചിന്തിക്കുന്നതെന്നാണ് എനിക്കൊരു സംശയം. ഞാൻ വലുതല്ല ചേച്ചി. എൻ്റെ പ്രശ്നം എന്താണോ, എന്താ 5-6 ഇംഗ്ലീഷ് പുസ്തകം ഇറക്കി. അപ്പം ഇനിയിപ്പം അല്ല മലയാളത്തിന് ഇതല്ല പറയുന്നത്, ചെറിയ നാടൻ സംഭവങ്ങളിലേക്ക് എങ്ങനെയാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെ, കാരണം പറ്റും, എനിക്ക് പറ്റും. എഴുതും. ചേച്ചിയൊക്കെ കൂടിയില്ലേ, പിന്നെന്താ പേടിക്കുള്ളൂ.
ഒരു ബുക്കും നീ എഴുതി എന്നെ ഒന്ന് വായിപ്പിച്ചാൽ മതി. ഞാൻ പിന്നെ അതൊന്ന് കൊളാക്കി തരാം. അല്ല ചേച്ചി കൊളാക്കല്ലോ, ചേച്ചി സിമ്പിൾ ആക്കി തരും. നമുക്ക് അത്രയല്ലേ വേണ്ടി. ഇപ്പൊ KPK ഭയങ്കര അങ്കിൾ എപ്പോഴും എന്നെ കാണുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ അങ്കിളുടെ വീട്ടിൽ പോയി അങ്കിളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. കാരണം ഇഷ്ടം എന്നല്ല, ഒരു പേടിയോട് കൂടിയുള്ള ഇഷ്ടമാണ് അങ്കിളിനെ. കാരണം ആ ഭാഷയുടെ അടുത്തൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല. കാരണം ചില വാക്കൊക്കെ മൂപ്പര് പറയുമ്പോൾ ഞാൻ മൈൻഡിൽ വെച്ചിട്ട് വീട്ടിൽ വന്ന് ഞാൻ ചോദിക്കും പ്രദീപിനടുത്ത് ഇതിൻ്റെ അർത്ഥം എന്താ. കാരണം അപ്പം ഇരുന്ന് ചിരിച്ചാൽ ഓക്കെ അങ്കിൾ എന്നൊക്കെ പറയണമെങ്കിൽ ഇത് അറിയണ്ടേ. പക്ഷെ ആ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ മലയാളത്തിൽ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും സാധ്യമാവട്ടെ. ആവും ആവും. ആ സീമ, ഇനി ഒരുപാട് പറയാനുണ്ട്. ഒരു ബ്രേക്ക് തൽക്കാലം എടുക്കാം കേട്ടോ. ഇനി വരണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.